ജി സുധാകരൻ മുന്നിലും പിണറായി പിന്നിലുമാകുന്നു എന്നുള്ള വാർത്ത അതെങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷം എടുക്കുക, എങ്ങനെയാണ് CPM എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേവലം ഭരണവിരുദ്ധ വികാരവും 10 വർഷം ഭരിച്ച സർക്കാരിനോടുള്ള മടുപ്പ് മാത്രമായിരുന്നുവെങ്കിൽ എത്ര കനത്ത തോൽവിയായിരുന്നാലും ധർമ്മടത്ത് സഖാവ് പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ടിലും പിന്നിൽ പോകുമായിരുന്നു. അത്ര പെട്ടെന്ന് സഖാവിൻ്റെ കേഡർ വോട്ടുകൾ അട്ടിമറിക്കാൻ സാധിക്കുമായിരുന്നു. ശരിക്കും ഇവിടെ സംഭവിച്ചത് ഒരു ശുദ്ധീകരണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അണികളാവുന്ന ജനങ്ങൾ പാർട്ടിയെ തിരുത്തിയ കാഴ്ച. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്നും ഒരു എസൻസ് ഉണ്ടായിരുന്നു. അതൊരിക്കലും ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരുന്നില്ല. എന്നാൽ അങ്ങനെയല്ലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെ കുലം കുത്തികളെന്നും വർഗവഞ്ചകരെന്നും ചാപ്പകുത്തി പുറത്താക്കുമ്പോൾ അത് ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അവരുടെ വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കേൾക്കുന്നുണ്ടായിരുന്നു. ചെയ്യുമെന്ന് പറഞ്ഞ 90% വികസനങ്ങളും നടപ്പാക്കിയ 5 വർഷമാണ് കഴിഞ്ഞുപോയതെങ്കിലും സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതുൾപ്പെടെയുള്ള അഴിമതികൾ ജനങ്ങളിൽ പാർട്ടിയോടുള്ള വെറുപ്പ് കൂട്ടിയെന്നത് 13 മന്ത്രിമാർ ഉൾപ്പെടെ തോറ്റുപോയ ഈ ബലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അങ്ങനെ വെറുക്കപ്പെടേണ്ടവരാണോ AKGയും EMSും സഖാവ് പി കൃഷ്ണപിള്ളയും അടക്കമുള്ള വിപ്ലവകാരികൾ കെട്ടിപ്പടുത്തിയ ഈ പ്രസ്ഥാനം? ഒരിക്കലുമല്ല. തിരുത്തലുകൾ 100% അനിവാര്യമാണ്. ഉള്ളിലെ ആദർശം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയെ തിരുത്തുക തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടുപോയ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചെത്തുകയും ചെയ്യും. കാരണം കഴിഞ്ഞുപോയ 2 നാളുകളിൽ വെളിച്ചം തെളിയിച്ച് കേരള ജനതയെ കൈപിടിച്ചുയർത്തിയ ഈ പ്രസ്ഥാനത്തെ അങ്ങനെ അങ്ങ് വെറുക്കാൻ കേരള ജനതയ്ക്ക് ഒരിക്കലും സാധിക്കുകയില്ല.